ഏറ്റവും അധികം കുടുംബത്തിൽ വിള്ളൽ വരുന്നത് വാക്കുകളെ കൊണ്ടാണ്. വാക്കുകൾ സൂക്ഷിക്കണം, നിയന്ത്രിക്കണം. സൂക്ഷിക്കേണ്ട സ്ഥലങ്ങളിൽ സൂക്ഷിച്ച് സംസാരിക്കണം. നമ്മുടെ വാക്ക് ഒരു കുടുംബം മുറിയാനും തകരാനും കാരണമായേക്കരുത്. നല്ല രൂപത്തിൽ ശ്രദ്ധിക്കണം. കുടുംബക്കാരുമായി സംബന്ധിക്കുമ്പോ അവർക്കിടയിലുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ടാകണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും ചില്ലറ പ്രശ്നങ്ങളുടെ മേൽ പിണക്കമുണ്ടായാൽ, അങ്ങനെ ബന്ധം മുറിഞ്ഞുപോയാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ സംബന്ധിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചെറിയ നഷ്ടമല്ല, ദുനിയാവിൽ അനുഭവിക്കുന്ന ചെറിയ നഷ്ടമല്ല, ആഖിറത്തിൽ അനുഭവിക്കുന്നതും ചെറിയ നഷ്ടമല്ല, വലിയ നഷ്ടമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ എതിർപ്പ് നേരിട്ടത് കുടുംബത്തിൽ നിന്നാണ്. പക്ഷേ ആ കുടുംബക്കാർക്ക് മുഴുവനും അവിടുന്ന് മാപ്പ് നൽകി. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു ഒരു ദിവസം, ഹൽ അതാ അലൈക യൗമുൻ അശദ്ദ മിൻ ഉഹദ്, ഉഹദിനെക്കാളും പ്രതിസന്ധിയുള്ള വല്ല ദിനവും തങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ നബിയേ? ഉഹദ് ഏറ്റവും പ്രതിസന്ധി പൂർണമായ ദിവസമാണ്. അവിടുത്തെ നെറ്റിയിൽ നിന്ന് രക്തം ഉറ്റി വീണ് സ്വഹാബത്ത് പലരും തുടച്ചു നീക്കിയിട്ടും രക്തം നിലക്കാതെയായപ്പോ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ വീട്ടിലേക്ക് ഓടിച്ചെന്ന് ഈത്തപ്പനയുടെ ഒരു പായയുടെ കഷ്ണം എടുത്തിട്ട് അത് കരിച്ച് അതിന്റെ ചാരം കൊണ്ടുവന്ന് നെറ്റിയിൽ പതിച്ചപ്പോഴാണ് രക്തം നിലച്ചുപോയത്. ആ മണ്ണിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം മിറ്റിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ല് പൊട്ടിയത് ഉഹദിലാണ്. അവിടുത്തെ കൈവിരലിൽ നിന്ന് രക്തം മിറ്റി വീണത് ഉഹദിലാണ്. ഹൽ അന്തി ഇല്ലാ ഇസ്ബഇൻ ദമീതി വഫീ സബീലില്ലാഹി മാലഖീതി. അല്ലാഹുവിന്റെ മാർഗത്തിലല്ലേ ഈ വിരൽ തുമ്പിൽ നിന്ന് രക്തം പൊടിഞ്ഞത്. വിഷയമാക്കേണ്ടതില്ലല്ലോ, പ്രശ്നമാക്കേണ്ടതില്ലല്ലോ. സ്വന്തം വിരലിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് അവിടുന്ന് പറഞ്ഞല്ലോ, ഹൽ അന്തി ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മാലഖീതി. സ്വന്തം ആവശ്യത്തിന് വേണ്ടി രക്തം പൊടിഞ്ഞതല്ലല്ലോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ തൃപ്തിയിലായിട്ടല്ലേ രക്തം പൊടിഞ്ഞത്. വിഷയമാക്കേണ്ടതില്ല. സ്വന്തം ശരീരത്തെ തങ്ങൾ ആശ്വസിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് തങ്ങൾ വധിക്കപ്പെട്ടു എന്ന കിംവദന്തി പരന്നൊരു സമയം കൂടിയാണ് ഉഹദ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ സഹായിയായിരുന്ന ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ഷഹീദായത് ഉഹദിന്റെ രണഭൂമിയിലാണ്. ഒരുപാട് നഷ്ടങ്ങൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യം, ഉഹദിനെക്കാളും പ്രതിസന്ധിയുള്ള വല്ല ദിനവും വന്നിട്ടുണ്ടോ നബിയേ? ഉഹദ് അനുഭവിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയുള്ളതാണ്. സ്വന്തം ശരീരത്തിലേക്കും കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും നോക്കുമ്പോ വലിയ സങ്കടകരമായ അവസ്ഥകൾ ഉഹദിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉണ്ട് ആയിഷ, ഉഹദല്ല എനിക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയുള്ള ദിവസം, ഉഹദിനെക്കാളും കാഠിന്യമുള്ള ദിവസം ഉണ്ട്. ഏതാ നബി ആ ദിവസം? എനിക്കേറ്റവും താങ്ങും തണലുമായിരുന്ന, എന്നെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിച്ചിരുന്ന എൻ്റെ മൂത്താപ്പ അബൂ ത്വാലിബും 3 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ എൻ്റെ പ്രാണപ്രേയസിയായിരുന്ന സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയും 3 ദിവസത്തിന്റെ വ്യത്യാസത്തിലാണ് രണ്ടുപേരും വിടവാങ്ങിയത്. രണ്ടുപേരും വിടവാങ്ങിയപ്പോൾ എൻ്റെ കുടുംബം എന്ന നിലക്ക്, ഞാൻ അടുത്ത കുടുംബമല്ലെങ്കിലും കുടുംബ ബന്ധം എന്ന നിലക്ക് ഞാൻ ത്വായിഫിന്റെ ഭൂമിയിലേക്ക് ഞാൻ കടന്നു ചെന്നു. അവിടെയുണ്ട് റബീഅത്തിന്റെ 2 മക്കളും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെയുണ്ട്. അവരെന്റെ ബന്ധുക്കളാണ്. ഒരു സഹായവും ഒത്താശയും പ്രതീക്ഷിച്ചാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. പക്ഷേ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എൻ്റെ കൂടെ സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. എന്നെ കണ്ട മാത്രയിൽ ചെറിയ കുട്ടികളെ പ്രേരിപ്പിച്ചു കല്ലെടുത്തെറിയാൻ.
ഭ്രാന്തന്മാരെ കൊണ്ട് കൂക്കി വിളിപ്പിച്ചു. സുഖമില്ലാത്ത രണ്ടാളുകളാണ്, മക്കയിൽ നിന്നിങ്ങോട്ട് വന്നവരാണ്. എന്നെ കൂക്കി വിളിപ്പിച്ചു, എന്നെ ആട്ടിയോടിക്കുന്ന ശൈലിയുണ്ടാക്കി. എൻ്റെ ശരീരത്തിൽ കല്ലുകളെ കൊണ്ട് ഏറുകിട്ടി. എൻ്റെ പാദങ്ങളിൽ നിന്ന് രക്തം ഉറ്റി വീഴാൻ തുടങ്ങി. എൻ്റെ കൂടെയുള്ള സെയ്ദ് ഇബ്നു ഹാരിസയുടെ തലക്ക് ഏറ് വന്നു. തല പൊട്ടിയപ്പോൾ സെയ്ദിനോട് ഞാൻ പറഞ്ഞു, സെയ്ദേ, എന്നെ കാത്തു നിൽക്കാതെ നിങ്ങൾ മക്കയിലേക്ക് പോകണം. ഞാൻ വരുന്നത് നിങ്ങൾ കാത്തു നിൽക്കരുത്. നിങ്ങൾ മക്കയിലേക്ക്, ജനങ്ങൾ കാണാത്ത വഴിയിലൂടെ മക്കയിലെത്തണം. അവിടെ എത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം. അവിടെ മക്കളുണ്ടല്ലോ, സൈനബ് ബീവി റളിയല്ലാഹു അൻഹയും മറ്റുമൊക്കെയുണ്ടല്ലോ. അവരിൽ നിന്ന് നിങ്ങൾ പണം വാങ്ങിയിട്ട് നിങ്ങളെ തലക്ക് നിങ്ങൾ ചികിത്സിക്കണം. വലിയ മുറിവല്ലേ തലക്ക് പറ്റിയത്. ഞാൻ മക്കയിലേക്ക് വന്നുകൊള്ളും, നിങ്ങൾ എന്നെ കാത്തിരിക്കരുത്. എൻ്റെ കുടുംബം എന്നെ ആ രൂപത്തിൽ ആട്ടിയോടിക്കുന്ന ആ ഒരു ദിവസം എനിക്ക് ഏറ്റവും സങ്കടം നിറഞ്ഞ ദിവസമാണ്. സ്വന്തക്കാരല്ലേ കുട്ടികളെ വിളിച്ചിട്ട് കല്ലെറിയിപ്പിക്കുന്നത്. ഞാൻ അങ്ങനെ പതുക്കെ ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി കുടുംബക്കാരുടെ തന്നെ തോട്ടത്തിലേക്ക് കയറിയിരുന്നു. അവിടുത്തെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഞാൻ ഇരുന്നപ്പോ എന്റെ ഇരുത്തം കണ്ടിട്ട് അവർക്ക് സഹതാപം തോന്നിയിട്ടാണ് റബീഅത്തിന്റെ 2 മക്കൾ അവരുടെ ഭൃത്യൻ അദ്ദാസിന്റെ കയ്യിൽ ഒരു പാത്രത്തിൽ അല്പം മുന്തിരി കൊടുത്തു വിട്ടത്. അവരെന്നെ ആട്ടിയോടിച്ചതും കൂക്കി വിളിച്ചതും എനിക്ക് ഏറ്റവും വലിയ സങ്കടമായി പോയി. എൻ്റെ ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന്, എൻ്റെ മൂത്താപ്പയുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് ഒത്താശ ചെയ്യേണ്ട എൻ്റെ കുടുംബം, എനിക്ക് കാവൽ നിൽക്കേണ്ടവർ, എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യേണ്ടവർ എന്നെ സ്വീകരിക്കുന്നതിന് പകരം കല്ലെടുത്ത് എന്നെ എറിഞ്ഞ രൂപത്തിൽ എൻ്റെ കാലിലേക്ക് തുരുതുരായി എറിഞ്ഞ് ഞാൻ തിരിച്ചു പോകാനുള്ള പണിയാണ് അവരെടുത്തത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി വന്നത് ആ ദിവസമാണ്. ആയിഷ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളൊക്കെ ചിത്രങ്ങൾ വരക്കണം. നിങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പോറലേറ്റിട്ടുണ്ടാകും. വാക്കുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും. ശേഷം ഇനി പറയാൻ പോകുന്ന പോയിന്റിലേക്ക് നിങ്ങൾ സ്വീകരിക്കണം, ഈ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നതിന് വേണ്ടി. എൻ്റെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുകളും വന്നാൽ ഞാനും സ്വീകരിക്കേണ്ടത് അതേ ശൈലി തന്നെയാണ്. എനിക്കും നിങ്ങൾക്കും ഉദാത്തമായൊരു മാർഗതാണ്. എന്താണ് ആ മാർഗം? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പോയി ഇരിക്കുമ്പോൾ അദ്ദാസ് വരുന്നതിന്റെ മുമ്പ്, പാത്രവുമായിട്ട് മുന്തിരിക്കൊലയുമായിട്ട് അദ്ദാസ് വരുന്നതിന്റെ മുമ്പ് ഇറങ്ങി വന്നു ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. വന്നിട്ട് ചോദിച്ചു, മുത്തുനബിയെ, ഇന്നല്ലാഹ ബഅസനി ഇലൈക, അല്ലാഹു തആല തങ്ങളിലേക്ക് എന്നെ അയച്ചത് ബിമലക്കിൽ ജിബാൽ. അതാ അപ്പുറത്തും ഇപ്പുറത്തും 2 വിശാലമായ 2 പർവ്വതങ്ങൾ, അതിന്റെ ആധിപത്യമുള്ള അധികാരമുള്ള മലക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തങ്ങളൊറ്റ സമ്മതം മതി, ഒരു വാക്ക്, നഅം എന്നൊരു വാക്ക്, ഒരു 3 അക്ഷരം മതി. ആ 2 പർവ്വതങ്ങളും ഒന്ന് കൂട്ടിവെച്ചാൽ പിന്നെ ത്വായിഫ് എന്ന് പറയുന്ന നഗരമില്ല. ത്വായിഫ് എന്ന് പറയുന്ന നാട് പിന്നെ കാണാനുണ്ടാകൂല. ഒന്ന് പൊക്കിയെടുത്തിട്ട് ഒന്നിങ്ങനെ പതുക്കെ ഒന്ന് തള്ളിയിട്ടാൽ മതി. അതിനാ ഒരു മലക്ക് മതി, കൂടുതൽ ആളുകളൊന്നും വേണ്ട. തങ്ങളുടെ സമ്മതം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ക്ഷീണിച്ചിരിക്കാൻ, ആ സുന്ദരമായ പാദത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞു എന്ന് പറഞ്ഞാൽ എത്ര വലിയ സങ്കടമാ സഹോദരങ്ങളെ, എത്ര വലിയ സങ്കടമാണ്. സഹിക്കാൻ പറ്റുമോ അത്? കാലിന്റെ തള്ളവരല്, ഹിജ്റ പോകുന്ന സമയത്ത് തള്ളവരലിന്റെ ഒരു ഭാഗത്തിങ്ങനെ വരതിയിട്ട് ഒരു ചെറിയ പരിക്ക്, ഒരു മുറിവേറ്റപ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, തങ്ങളെക്കാളും 2 വയസ്സ് കുറവാണ് സിദ്ദീഖ് തങ്ങൾക്ക്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത് തോളിലേക്ക് വെച്ചു. ഒരു കുഞ്ഞിനെ വെക്കും പോലെ സ്നേഹത്തോടെ തോളിലേക്ക് വെച്ചു. അല്പൊന്ന് നബിയെ, നമുക്ക് വിശ്രമിച്ചിട്ട് പോകാം. നല്ല ഒരു പാറയുടെ ചുവട്ടിൽ മുണ്ട് വിരിച്ച്, വിരിപ്പ് വിരിച്ച്, ഒരു കുട്ടിയെ ഉമ്മ കടത്തും പോലെ, ഉപ്പ കൊണ്ടുപോയി ആശ്വാസത്തോടെ കിടത്തും പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താങ്ങിക്കിടത്തി ഒരു പാറയുടെ ചുവട്ടിൽ
ഒന്ന് വിശ്രമിച്ചിട്ട് യാത്രയാകാം നബിയെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സഹിച്ചില്ല, ചിന്തിക്കാൻ പോലും സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തള്ളവിരൽ രക്തത്തിന്റെ ഒരു പാട് കണ്ടപ്പോഴേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ താങ്ങിയെടുത്തു. സഹിക്കാൻ പറ്റുമോ അവിടുത്തെ പാദത്തിൽ നിന്ന് രക്തമുറ്റിയത്? സഹിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? സമൂഹത്തിന് സഹിക്കാൻ പറ്റുമോ? ആരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അള്ളാഹുവിന്റെ വലിയ കാവലുണ്ടായിട്ടല്ലേ അല്ലാഹു തആല സ്നേഹത്തോടെ മലക്കിനെ പറഞ്ഞയച്ചത്. ഒന്നവിടുന്ന് സമ്മതിക്കുകയാണെങ്കിൽ തരിപ്പണമാക്കി കളയാം. പക്ഷേ അവിടുത്തെ സ്നേഹ സമീപനമാണ് നമ്മൾ പഠിക്കേണ്ടത്. എൻ്റെ കുടുംബമാണല്ലോ. വേണ്ട ജിബ്രീൽ വേണ്ട. അവരെന്നെ ആട്ടിയോടിച്ചതും കൂക്കി വിളിപ്പിച്ചതും സ്വന്തം ചെയ്യാൻ അവർ മടിച്ചിട്ട് മറ്റുള്ളവരെ ഏൽപ്പിച്ചതും അവരെൻ്റെ കുടുംബക്കാരായത് കൊണ്ട് തന്നെയാണ്. അവർക്കറിവില്ലല്ലോ, ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുന്നു. അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അവരറിവില്ലാത്തവരല്ലേ, പുറത്തു കൊടുക്കണം അല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾക്ക് പോകാം. അർജു അൻ യഖ്റുജ മിൻ അസ്ലാബിഹിം മൻ യഅബ്ദുല്ലാഹ വഹ്ദഹു. തലമുറകളിൽ എത്രയോ കഴിയുമ്പോ ഇവരുടെ പിന്മുറക്കാരിൽ നിന്ന് ഏതെങ്കിലും ഒരാള്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾ വരുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു. എനിക്കതാണ് വേണ്ടത്. പകപോക്കുന്ന സ്വഭാവം എനിക്കില്ല, പകരത്തിന് പകരം കൊടുക്കുന്ന സ്വഭാവം എനിക്കില്ല. വിട്ടുവീഴ്ചയാ തങ്ങൾ കാണിച്ചത്, വിട്ടുവീഴ്ച മനോഭാവമാ തങ്ങൾ കാണിച്ചത്.